ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ വീണ്ടും പ്രതിഷേധം. തിരുവനന്തപുരം മുട്ടത്തറയിൽ ടെസ്റ്റ് തടഞ്ഞു സംഘടനകൾ. CITUവിൻ്റെ ഒരു വിഭാഗവും പ്രതിഷേധ രംഗത്തുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് കൊടുവള്ളിയിലും ഡ്രൈവിംഗ് ടെസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അഖിൽ ഷാ അൻസാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, CITU സമരത്തിനില്ല എന്ന രീതിയിലുള്ളൊരു ധാരണ ഉണ്ടാക്കിയിട്ട് അവരും ഇതിൽ ചേർന്നിട്ടുണ്ടോ? പറയൂ. CITUയുടെ സംസ്ഥാന കമ്മിറ്റി നേരത്തെ അറിയിച്ചിരുന്നത് ഈ 23-ാം തീയതിയുള്ള ചർച്ചയ്ക്ക് ശേഷം ഈ സമരത്തിൽ മറ്റ് തീരുമാനങ്ങൾ എടുക്കാം, അതുവരെ സമരം താത്കാലികമായി പിൻവലിക്കുന്നു എന്നുള്ളതായിരുന്നു അവർ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നിലവിൽ മുട്ടത്തറയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ നിലവിൽ ഈ പറയുന്ന പ്രതിഷേധക്കാർ ഈ ടെസ്റ്റ് ബഹിഷ്കരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി CITUയുടെ ഓൾ കേരള ഡ്രൈവിംഗ് വർക്കേഴ്സ് യൂണിയൻ തിരുവനന്തപുരത്തിന്റെ ജില്ലാ കമ്മിറ്റി ഈ ഭാഗത്തിൽ ഈ സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, നമ്മൾ നേരത്തെ ഈ CITUവിന്റെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിരുന്നത് 23 വരെ ചർച്ചയ്ക്ക് ശേഷം സമരത്തിന്റെ കാര്യം തുടരാം, അതുവരെ താത്കാലികമായി പിൻവലിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? സംയുക്ത സമര സമിതി അത് അനുവദിക്കുന്നില്ല. ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇപ്പോൾ ഈ ശനിയാഴ്ച ഒരു സർക്കുലർ ഇറക്കി, അത് ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ഞങ്ങളെ വാഹനത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ച് കൊണ്ടുവരണം, ബിബൽ കൺട്രോൾ സിസ്റ്റം ഉള്ള വാഹനത്തിലാണ് അത് ഉണ്ടെങ്കിലേ പെർമിറ്റ് കിട്ടുള്ളൂ. അതിൽ പഠിപ്പിച്ച് കൊണ്ടുവരുന്ന വാഹനത്തിന്റെ ഈ സിസ്റ്റം ഇളക്കിയിട്ട് ടെസ്റ്റിന് കൊണ്ടുവരണമെന്ന് നടക്കില്ല. കാരണം 6-5 ദിവസം വർക്ക്ഷോപ്പിൽ കൊടുത്ത് പണിയെടുത്താണ് ഇതിനെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ടക്കൻ എങ്ങനെ ഇളക്കി മാറ്റി കൊണ്ടുവരാൻ പറ്റും? അങ്ങനെ നിർബന്ധമാണെങ്കിൽ സർക്കാർ വാഹനം ഇവിടെ ഇട്ടിരിക്കട്ടെ, ഞങ്ങൾ പഠിപ്പിച്ചു കൊണ്ടുവരാം. അത്തരം വാഹനത്തിൽ അവർ ടെസ്റ്റ് ചെയ്ത് ലൈസൻസ് കൊടുത്താൽ ഓടിക്കുമെന്ന് കണ്ടെങ്കിൽ ടെസ്റ്റ് സ്ട്രിക്റ്റ് ആക്കണേന് ഞങ്ങൾ എതിരേ അല്ല. അത് ആയിക്കോട്ടെ, എത്ര വേണം ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയോട് അവരുടെ നിലപാടിനോട് യോജിപ്പില്ല എന്നുള്ളത് അതാണല്ലോ സംയുക്ത സമരസമിതി തുടർന്ന് പോകുന്നത്. അതിനോട് യോജിപ്പില്ല. ഇത്തരത്തിൽ അതായത് ഈ ടെസ്റ്റ് ബഹിഷ്കരണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിവിധ സംഘടനകൾ CITU ഉൾപ്പെടെ CITUയുടെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനവും. SK. ഓക്കെ, താങ്ക് യു. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്. കൊടുവള്ളി RTO ഓഫീസിന് കീഴിലുള്ള കുന്നമംഗലം പൊയ്യ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും പ്രതിഷേധം നടക്കുന്നെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. കോഴിക്കോടും ചിലയിടങ്ങളിൽ ഇങ്ങനെ ടെസ്റ്റ് തടഞ്ഞിട്ടുണ്ടെന്നാണ് വാർത്ത വരുന്നത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ്. പറയൂ, അവിടെയും ടെസ്റ്റ് തടഞ്ഞിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് SK. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോടും വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടക്കുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് അനുവദിക്കില്ല എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ പറയുന്നത്. നിലവിൽ കൊടുവള്ളി RTO ഓഫീസിന് കീഴിലുള്ള കുന്നമംഗലം പൊയ്യ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലാണ് പ്രതിഷേധം നടക്കുന്നത്. CITU ഒഴികെയുള്ള മുഴുവൻ സംഘടനകളും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. INTUC, AKMDS, BMS ഉൾപ്പെടെയുള്ള സംഘടനകളാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ടെസ്റ്റിനായി എത്തുന്ന മോട്ടോർ വെഹിക്കിൾ ജീവനക്കാരെ തടയും എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. നിലവിലെ സാഹചര്യം അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ തീരുമാനം ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അല്ലാത്ത പക്ഷം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്നാണ് ഈ പ്രതിഷേധക്കാരുടെ തീരുമാനം. SK. ഓക്കെ, താങ്ക് യു. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് ചേർന്നത്.